ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം എന്തോ വെള്ളമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. ശരിയാണ്, ഇന്ന് ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവലാണ് ഇവിടെ ചൈനയിൽ. ഇതിപ്പം കഴിഞ്ഞു, പക്ഷേ ഇവിടെ ഇപ്പം ഡ്രാഗൺ ബോട്ട് റേസിങ് നടക്കുവാണ്. അതായത് നമ്മുടെ നാട്ടിലെ വള്ളംകളി തന്നെ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ പൂക്കൾ കൊണ്ട് ഡ്രാഗനെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു പാർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രാഗൺ ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഈ ഡ്രാഗൺ ബോട്ട് റേസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈനയിലെ ഒരു പരമ്പരാഗത കായിക വിനോദം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 2000 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്. പിന്നെ വേറൊരു ന്യൂ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ക്യുവാൻ ഒരു കവി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ബോട്ട് റേസിംഗ് ഇങ്ങനെ നടത്തുന്നതിന് അദ്ദേഹം എന്തോ ആത്മഹത്യ ചെയ്തെന്നും അതിനെ തുടർന്ന് ഇവിടുത്തെ വില്ലേജ് പീപ്പിളാണെങ്കിൽ തീരത്തിങ്ങനെ ബോട്ടുകളും കുടമാറ്റങ്ങളും അയാളെ ആരാധിക്കുകയൊക്കെ ചെയ്ത അങ്ങനെയാണ് ഡ്രാഗൺ ബോട്ട് റേസിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള ഒരു കഥയും കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രാഗൺ ഒരു ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒരു ശക്തി, പിന്നെ പുതിയ തുടക്കം, അതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ്. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഈ റേസ് ആരംഭിക്കുന്നതിന് മുൻപ് ഇവിടെ ഇങ്ങനെ പ്രത്യേക ആചാരങ്ങളുണ്ട്. അതായത് ഈ ഡ്രാഗണെ ഉണർത്താൻ വേണ്ടി ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ആചാരങ്ങൾ. പിന്നെ ഇവരുടെ ആൻസ്റ്റേഴ്സിനെയൊക്കെ ആദരിക്കുകയും പിന്നെ നമ്മുടെ വാട്ടർ, അതുപോലെ തന്നെ നേച്ചർ, ഇവിടുത്തെ നമ്മുടെ ദൈവങ്ങളെ, അങ്ങനെ ആ ദൈവങ്ങളെയൊക്കെ ആദരിക്കാൻ വേണ്ടി അതിനൊക്കെയാണ് ഈ ഡ്രാഗൺ ബോട്ട് ഇതുപോലെ റേസിങ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് ഇവരിവിടെ. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 200 മീറ്റർ, 500 മീറ്റർ, 2000 മീറ്റർ, ഇതൊക്കെയാണ് ഒരു റേസിംഗ് ദൂരം. പിന്നെ ഇതിനകത്ത് നീളമുള്ള വഞ്ചികൾ മുന്നിലും ബാക്കിലും ഇതുപോലെ ഡ്രാഗൻ്റെ രൂപത്തിലുള്ള അലങ്കാരങ്ങൾ വെച്ചിരിക്കും. പിന്നെ സാധാരണ ഇപ്പോൾ ഒരു 12.5 മീറ്റർ നീളവും 20 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ളതായിരിക്കും ഈ വഞ്ചികൾ. പിന്നെ ഇതിനകത്ത് 20 റോയിങ് ടീം ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഡ്രമ്മർ ഫ്രണ്ടിൽ കാണും, അവരായിരിക്കും താളം കൊട്ടുന്നത്. പിന്നെ പുറകിലാണെങ്കിൽ ഒരാൾ കാണും, അയാളായിരിക്കും സ്റ്റിയർ, അതായത് ബോട്ട് നിയന്ത്രിക്കുന്ന ഒരാൾ ബാക്കിലും കാണും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഘങ്ങൾ. പിന്നെ ഇവരുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിൽ പാടിൽ ഇത് ചെയ്യണം, അതായത് തുഴയണം. പിന്നെ ഡ്രമ്മിൻ്റെ താളം അനുസരിച്ചായിരിക്കണം. പിന്നെ ഫിനിഷിംഗ് ലൈൻ ബോട്ടിൻ്റെ മുഖം അതായിരിക്കണം ആദ്യം എത്തണം. പിന്നെ എല്ലാ വള്ളങ്ങളും അവരവർക്കൊരു ലൈൻ ഇട്ടിട്ടുണ്ട്, അതിലേക്കൂടെ മാത്രമേ വരാൻ പാടുള്ളൂ. അതൊക്കെയാണ് ഇവരുടെ ഈ റേസിങ്ങിൻ്റെ ഒരു നിയമങ്ങൾ ഇവിടുത്തെ. കണ്ടോ, ഇതാണ് ഇവിടുന്ന്. ഇതിപ്പം 200 ഇവിടെ 200ഉം 500 മീറ്ററിലുള്ള റേസിംഗ് നടക്കുക. ഒന്ന് ഹീറ്റ്സ്, പിന്നെ അങ്ങനെയാണ്. ഫൈനലല്ല, ഇത് ഹീറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയ ഡോട്ടായിട്ട് ഒരു റെഡ് കളറിൽ ലൈൻ ഇട്ടിട്ടുണ്ട് ഓരോന്നിനും പോകാനായിട്ട്. പിന്നെ ഓരോ ബോട്ടും 250 കിലോ മുകളിൽ ഭാരം ഉണ്ടായിരിക്കും ഇതിനകത്തെല്ലാം. പിന്നെ ഇവർ പറയുന്ന ഡ്രമ്മിൻ്റെ താളം നമ്മുടെ ഹൃദയതാളവുമായിട്ട് ഒന്നായി കരുതുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ലോകത്ത് ഏതാണ്ട് 70-ൽ കൂടുതൽ രാജ്യങ്ങൾ ഇതൊരു കായിക വിനോദമായിട്ട് അവർ എടുത്തിട്ടുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ വള്ളംകളി പോലെ തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ നെഹ്റു ട്രോഫിയൊക്കെ, പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ നേരിട്ട് പോയി കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാനും അറിയില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് പോയി കഴിഞ്ഞ് ഇതുപോലെ പുറയിൽ ഒരാൾ ഇതുപോലെ ചെക്കിങ്, നമ്മളാണെങ്കിൽ ഈ സ്പോർട്സിലൊക്കെ കണ്ടിട്ടുള്ള പോലെ പുറയിൽ ഒരാൾ എന്തെങ്കിലും നോക്കാനായിട്ട് ഒരാളിങ്ങനെ പുറയിൽ കാണും. അടുത്തത് മത്സരമാണ്. ഇതുപോലെ അവിടുന്ന് ഓരോ ബോട്ടുകൾ ഇതുപോലെ അവർ പറഞ്ഞിരിക്കുന്ന ലൈനിൽ ഇതുപോലെ കൊണ്ടിടും. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജിമൈ സ്കൂൾ വില്ലേജ്. ആ സമയത്ത് ഞാനൊരു ഡ്രാഗൺ ബോട്ട് പൂളിനെ പറ്റി പറഞ്ഞിരുന്നു. അന്ന് കുറേ ഡ്രാഗൺ വള്ളങ്ങൾ അതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ പൂളിലാണ് ഇത് നടത്തുന്നത്, ഇവർ ഈ മത്സരം നടത്തുന്നത്. ഇതുപോലെ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്ത് പിന്നെ ഓരോരുത്തരും അവരവരുടെ പേര് പറയും. അവരത് നമ്മളിൽ ഉണ്ടെന്ന് പറയുന്ന പോലെ അവരുടെ ലാംഗ്വേജിൽ ഇത് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് അവർ പറയുമ്പം ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 200-500 മീറ്റർ ഇവിടെ നടത്തുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫൈനൽ വരെ ഒന്നും നിന്നില്ല, കാരണം ഒത്തിരി ലേറ്റാവും. അവർ സ്റ്റാർട്ട് ചെയ്തു.
എല്ലാവർക്കും അവരവരുടെ ഒരു ലൈനുണ്ട്, അതിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഇവിടെ നമ്മളാണെങ്കിൽ സാധാരണ അല്ലാതെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ ഇതിനു മുൻപ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര എപ്പോഴും പ്രാക്ടീസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നല്ല പ്രാക്ടീസ് നടത്തുന്നുണ്ട് ഇവരുടെ ഇതിൽ പെൺകുട്ടികളും അവരുടെയും ഉണ്ട്. അതിനകത്തൊക്കെ ഒരു ബോട്ടൊക്കെ നിയന്ത്രിക്കുന്നതിനകത്ത് പെൺകുട്ടികളുണ്ട് അതിനകത്ത്. ഇവിടെ എല്ലാ വർഷവും ജൂൺ മാസത്തിലായിരിക്കും ഇതുപോലെ ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ വരുന്നത്. ഞാൻ അന്ന് രണ്ട് മൂന്ന് ആഴ്ച മുൻപ് അന്ന് ഡ്രാഗൺ ബോട്ട് ഇതാന്ന് പറഞ്ഞായിരുന്നു, ഇവിടെ ഫെസ്റ്റിവലാന്ന് പറഞ്ഞായിരുന്നു. അന്നോട്ടേ മത്സരങ്ങൾ നടക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞു രീതിയിലാണ്, പക്ഷേ ഇത് വലിയ രീതിയിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സദേൺ ചൈനയിലാണ് ഇത് കൂടുതലും ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. പിന്നെ ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ പാർക്കിലാണ് നമ്മൾ ഡ്രാഗണിൻ്റെ അതായത് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് ഈ മത്സരം നടക്കുന്നത്. ഇവിടെ ഇവരുടെ അതായത് 200 വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പണ്ട് മുതൽ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഇത് തുടങ്ങിയത്. അപ്പം അവരുടെ അന്നത്തെ ഡ്രാഗൺ ഇവിടുത്തെ ഏരിയയിലേക്ക് ഫോട്ടോസുകൾ ഇങ്ങനെ അവരിവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളും ഇത് മത്സരിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതൊക്കെയാണ് അവരിവിടെ വെച്ചിരിക്കുന്നത്. അന്ന് ഈ സ്ഥലം താണ്ടി ഇതുപോലിരുന്നത്, അതായത് പഴയ കാലത്ത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അവരിവിടെ ചെയ്തിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ 200 മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ 500 മീറ്ററിലോട്ട് സ്ഥലം ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കും. കാരണം ഇനി അറ്റം തൊട്ട് മത്സരം നടത്താൻ വേണ്ടി ഇട്ടേക്കുവാണ്. അന്ന് വാഹനങ്ങളൊക്കെ ഇതുപോലെ സൈക്കിൾ റിക്ഷയായിരുന്നു, നമ്മുടെ നാട്ടിൽ പോലെ സൈക്കിൾ റിക്ഷയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫെസ്റ്റിവൽ സമയത്ത് ഇതുപോലൊക്കെയുള്ള ആഘോഷങ്ങൾ, ഇവരുടെ ആഘോഷങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെയൊക്കെ ഫോട്ടോസുകളാണ് ഇവരിവിടെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ പഴയ കാലത്തെ ഫോട്ടോകളാണ്. ഇവർ വർഷം എഴുതിയിട്ടിട്ടില്ലേ ഇതിനകത്ത്. ഇതാണ് അവരുടെ ആഘോഷം. ഇവർ കൊടിയും ഇവരുടെ ഡ്രാഗൺ എന്തൊക്കെയോ ഫെസ്റ്റിവലായിട്ട് ഇവർ ആഘോഷിക്കുന്ന രീതികളാണ് ഇതൊക്കെ. അടുത്ത എനിക്കൊന്ന് 500 മീറ്ററിൻ്റെ ഹിറ്റ്സും മത്സരവും തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒത്തിരി മത്സരങ്ങളുണ്ട്, അതായത് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്ക് ക്ലബ്ബ് മത്സരങ്ങൾ പോലാണ് ഇവർക്കിത്. കാരണം നല്ല ഒരുപാട് ടീം അംഗങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരും വീണ്ടും മത്സരം തുടങ്ങുവാണ്. ഇതിപ്പം വൈകിട്ടായി 4:30 ആയപ്പോഴും ഇവരിവിടെ മത്സരം തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. എനിക്കൊന്ന് വൈകിട്ട് ഒരു 6 മണി വരെ കാണും. അപ്പം ഇതിൽ ഇനിയും ഏതെങ്കിലും ദിവസം ഇതിൻ്റെ എല്ലാം ഫൈനലൊക്കെ കാണുമായിരിക്കും. പിന്നെ ഒരുപാട് ആൾക്കാർ കാണാനായിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും കാണാനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. കാരണം ഇതിന് ചുറ്റും ഇരിപ്പിടമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊക്കെ വന്ന് കാണാൻ പറ്റും. ഇതിപ്പം നമ്മൾ ആൾക്കാരെ ഫോക്കസ് ചെയ്തില്ല. പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫൈനലിന് ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഫൈനൽ എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹീറ്റ്സ് ഇതിനകത്ത് ഫൈനൽസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ നമ്മുടെ ചൈനക്കാരുടെ ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ, ഡ്രാഗൺ ബോട്ട് റേസിംഗ് ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ. അപ്പം ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.